Dear students, today we are going to discuss about demand curve of the firm for several variable inputs. In the last session, we were discussing this same demand curve of the firm in the case of a single variable input. And we took the labor as the single variable input. Here we are using different variables or different inputs or different factors of production. And what is the demand curve in this case where there are several variable inputs? So, in a perfectly competitive market, the demand for labor can be examined in two cases or two situations. First is when labor is the only variable. Then, second case is when there are several variable factors. We have already explained this one variable factor of production case, and today we are going to deal with several variable factors of production. Okay, when there are more than one variable, ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഒരു വേരിയബിൾ മാത്രം ഉള്ളപ്പോഴത്തെ കേസാണ്. ഇനി ഇവിടെ ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന VMP ഓർ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കർവ് എന്ന് പറയുന്നത് ആയിരിക്കില്ല ഇവിടുത്തെ ഡിമാൻഡ് കർവ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അവിടെ അവസാനം വന്ന വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കർവ് ആയിരുന്നു അവിടുത്തെ ഡിമാൻഡ് കർവായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഈ ഒരു സെവറൽ ഇൻപുട്സ് ഉള്ളപ്പം അത് സാധിക്കില്ല. കാരണം വേരിയസ് റിസോഴ്സസ് ആർ യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അപ്പം ഇവിടെ സാധിക്കില്ലാത്തതിൻ്റെ കാരണം ഇവിടെ ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇൻപുട്ട് അല്ല, പല ഇൻപുട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പറയുന്ന ഗുഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫാക്ടറിൻ്റെ പ്രൈസിൽ വ്യത്യാസം വന്നാൽ അത് ഇറ്റ് ക്യാൻ ലീഡ് ടു ചേഞ്ച് ഇൻ എംപ്ലോയ്മെന്റ് ഓഫ് അതേഴ്സ്. അപ്പം മറ്റ് ഫാക്ടേഴ്സിന്റെ ഉപയോഗത്തിനെ അത് ബാധിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസിൽ വ്യത്യാസം വന്നാൽ മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ യൂസേജിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് കർവ് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. അതായത് പ്രൈസിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഈ പറയുന്ന കർവിലും ഷിഫ്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഹിയർ വി ഹാവ് ടു അസ്യൂം ജസ്റ്റ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു അസംഷൻ നമ്മൾ എടുക്കുവാണ്. വേജ് റേറ്റ് ഫോൾസ്, വേജ് റേറ്റ് കുറഞ്ഞു. അങ്ങനെ വേജ് റേറ്റ് കുറയുമ്പോൾ എന്താണ്? പുതിയൊരു ഡിമാൻഡ് കർവ് വരും. ദർ ഇസ് എ ന്യൂ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് വി ആർ യൂസിങ് ദ ഐസോക്വാണ്ട് അനാലിസിസ്. ദറ്റ് ഇസ് ചേഞ്ച് ഇൻ വേജ് റേറ്റ് ഹാസ് 3 എഫക്ട്: സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഔട്ട്പുട്ട് എഫക്ട്, പ്രോഫിറ്റ് മാക്സിമൈസിങ് എഫക്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന എക്സാമ്പിളിൽ വേജ് റേറ്റ് കുറയുവാണ്. അപ്പം നമ്മുടെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനായ ലേബറിൻ്റെ റിട്ടേൺ ആണ് ശരിക്കും വേജ് എന്ന് പറയുന്നത്. ഈ വേജ് റേറ്റ് കുറയുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു ഡിമാൻഡ് കർവ് വരും. ഐസോക്വാണ്ട് അനാലിസിസ്, ദാറ്റ് മീൻസ് സെയിം ഔട്ട്പുട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഔട്ട്പുട്ട് സെയിം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഈ വേജ് റേറ്റിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് 3 പ്രധാനപ്പെട്ട എഫക്റ്റുകളുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഔട്ട്പുട്ട് എഫക്ട്, പ്രോഫിറ്റ് മാക്സിമൈസിങ് എഫക്ട്. ഈ 3 എഫക്റ്റുകൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ഫിഗർ 2.1. സപ്പോസ് ദ ഫേം പ്രൊഡ്യൂസസ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് വിത്ത് കോമ്പിനേഷൻ ഓഫ് K1 ആൻഡ് L1. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അസംഷൻ ഇതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ K1 ആൻഡ് L1. ഓക്കെ, ലേബർ L1ഉം ക്യാപിറ്റൽ K1ഉം ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട്, അതായത് ഈക്വിലിബ്രിയം പോയിന്റിലാണ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗിവൺ ഇനീഷ്യൽ ഫാക്ടർ പ്രൈസസ് എന്ന് പറയുന്നത് W1ഉം R1ഉം, അതായത് ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഫാക്ടർ പ്രൈസ് റെന്റ് R1, ലേബറിൻ്റെത് W1, ആൻഡ് ദിസ് W1 by R1 ഗീവ്സ് ദ സ്ലോപ്പ് ഓഫ് ദി ഐസോകോസ്റ്റ് ലൈൻ. AB എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐസോകോസ്റ്റ് ലൈൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. K1 L1 ഉപയോഗിച്ച് K1 L1 ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഈക്വിലിബ്രിയം പോയിന്റ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഔട്ട്പുട്ട് കർവാണ് ഇത്. X1 ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനോട് ടാൻജൻ്റ് ആയിട്ട് വരുന്ന ഐസോകോസ്റ്റ് ലൈൻ ആണ് ഈ AB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ AB-യുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ റിട്ടേണും ലേബറിൻ്റെ റിട്ടേൺ W1 by R1 ആയിരിക്കും ഈ AB എന്ന് പറയുന്ന ഐസോകോസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. Okay,
K1 L1 ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തി. K1 ക്യാപിറ്റലും L1 ലേബർ ഉപയോഗിച്ച് ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയപ്പം X1 ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതാണ് ഇവിടുത്തെ ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഐസോകോസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ എന്താണ് W1/R1 ആയിരിക്കും. ഓക്കെ, നൗ അസ്യൂം ദാറ്റ് വേജ് റേറ്റ് ഫോൾസ്. വേജ് റേറ്റ് W1ൽ നിന്നും W2 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ കുറയുമ്പം ന്യൂ ഐസോകോസ്റ്റ് ലൈൻ വിൽ ബി AB'. ഇവിടെയായിരുന്നു ആദ്യത്തെ ഈ ലൈൻ ആയിരുന്നത്. ഐസോകോസ്റ്റ് ലൈൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. B എന്നുള്ളത് B' ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ കാരണം പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. R1 തന്നെയാണ് അവിടെ റെൻറ്റ്. പക്ഷേ W1 എന്ന് പറയുന്ന വേജ് റേറ്റ് നേരത്തെ W1 ആയിരുന്നു, W2 ലേബറിൻ്റെ പ്രൈസാണ് കുറഞ്ഞത്. അതുകൊണ്ടാണ് ഷിഫ്റ്റ് ഇങ്ങനെ വന്നത്. എ എന്ന് പറഞ്ഞ പോയിന്റ് സെയിം തന്നെയാണ് ന്യൂ ഐസോകോസ്റ്റ് ലൈനിലും. B' എന്ന് പറയുന്ന ഇങ്ങോട്ടൊരു ഷിഫ്റ്റാണ് വരുന്നത്. ഓക്കെ, നൗ ദ ഫേം ഈസ് യൂസിങ് ദ സെയിം എക്സ്പെൻഡിച്ചർ. നൗ ദിസ് ഫേം ക്യാൻ പ്രൊഡ്യൂസ് ദ X2 ഔട്ട്പുട്ട്. പുതിയ ഐസോക്വാണ്ട് എന്താണ് ഔട്ട്പുട്ട് കർവ് വന്നു. കാരണം എന്താണ്? ഇവിടുത്തെ വേജ് റേറ്റ് കുറഞ്ഞു. അപ്പോൾ എന്താണ് സാധ്യത? നേരത്തെ K1ഉം L1ഉം ആയിരുന്നു. പുതിയ സിറ്റുവേഷനിൽ ലേബർ L1ൽ നിന്ന് L2 ഇൻക്രീസ് ചെയ്തു, Kയും ഇൻക്രീസ് ചെയ്തു. നൗ ദ ഫേം വിൽ പ്രൊഡ്യൂസ് മോർ ഔട്ട്പുട്ട്. X2 ഔട്ട്പുട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ദിസ് ഇസ് ദ ഐസോക്വാണ്ട് കർവ് X2 using K2 and L2 amount of factors of production. Capital K2 L2 ലേബറും ഉപയോഗിച്ചു. And this is the equilibrium point. Okay, and AB' is the isocost line with highest isoquant, that is X2. അപ്പോൾ നേരത്തെക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റി. എന്താ ഇവിടെ സംഭവിച്ചത്? വേജ് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലേബറിൻ്റെ പ്രൈസ് കുറഞ്ഞു. വേജ് കുറഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ ക്യാപിറ്റലും ലേബറും ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. നൗ ദ മൂവ്മെൻറ്റ് ഫ്രം E1 to E2. അപ്പോൾ ഈ ആദ്യത്തെ കേസിൽ W1 എന്ന് പറഞ്ഞ ആദ്യത്തെ കേസിൽ ഇതായിരുന്നു നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. E1 ഔട്ട്പുട്ട് എത്രയാ? X1. ഇവിടുന്ന് രണ്ടാമത്തെ സിറ്റുവേഷനിൽ എങ്ങോട്ട് പോയി? ഈ E2 എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് പോയി, ഔട്ട്പുട്ടും കൂടി. സോ ദിസ് മൂവ്മെൻറ്റ് ഫ്രം E1 to E2 ഡിനോട്ട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് ഔട്ട്പുട്ട് എഫക്റ്റ്. അപ്പോൾ രണ്ട് എഫക്റ്റ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും അടുത്തത് എന്താണ്? ഔട്ട്പുട്ട് എഫക്റ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ AB' എന്ന് പറയുന്ന പുതിയ ഐസോകോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ വേജ് കുറഞ്ഞപ്പം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ഐസോകോസ്റ്റ് ലൈനാണ് ഇത്. അതിന് പാരലായിട്ട് നമ്മൾ വേറൊരു ലൈൻ ജസ്റ്റ് വരയ്ക്കുകയാണ്. ഈ AB' പാരലായിട്ട് ഈ ലൈൻ, ഈ ഡോട്ടഡ് ലൈനാണിത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയത് പാരലാണ് അല്ലേ? ഇത് ഇച്ചിരി വളഞ്ഞു നോക്കിയാൽ സാരമില്ല. ഇത് പാരലായിട്ട് പോവാണ്. നൗ ദിസ് ഇസ് ദ ന്യൂ പ്രൈസ് റേഷ്യോ പാരലൽ ടു AB' ആണ്. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന പുതിയ ലൈൻ എന്ന് പറയുന്നത് ദിസ് റിഫ്ലെക്ട്സ് ദ ന്യൂ പ്രൈസ് റേഷ്യോ ആൻഡ് ദിസ് ഇസ് ടാൻജൻറ്റ് ടു ദ ഫസ്റ്റ് ഔട്ട്പുട്ട്. നമ്മുടെ ആദ്യത്തെ ഓൾഡ് ഐസോക്വാണ്ട് കർവിന് ടാൻജൻ്റ് ആയിട്ടാണ് അല്ലേ ഇത് പോകുന്നത്? ഇത് കണ്ടു, ഇതാണ് കർവ്. അപ്പോൾ ടാൻജൻ്റ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ദ ടാൻജൻസി ഒക്വേഴ്സ് അറ്റ് പോയിന്റ് A. ഇവിടെ നോക്കി, നമ്മുടെ ഈ ലൈൻ പോയി ഏകദേശം ഇവിടെയായിട്ട്, ഇതാണ് A എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ഒരു പോയിന്റിലാണ് ടാൻജൻസി ഈ പറയുന്ന കർവുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കർവ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐസോക്വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട്, അപ്പോൾ നമ്മളിവിടെ A എന്നുള്ള പോയിന്റ് ഡിനോട്ട് ചെയ്തു. ആൻഡ് ദ മൂവ്മെൻറ്റ് ഫ്രം E to A constitute the substitution effect. The firm will substitute cheaper labor for the relatively more expensive capital, even if it were to produce the original output X1.
അപ്പോൾ ഈ E1-ൽ നിന്നും എയിലോട്ടുള്ള, ദിസ് ഇസ് നോട്ട് E1, E1-ൽ നിന്നും എയിലോട്ട് വന്ന ഷിഫ്റ്റ്, ഇവിടെയായിരുന്നു ആദ്യത്തെ സിറ്റുവേഷൻ. ആ E1-ൽ നിന്നും പുതിയ എ എന്ന് പറഞ്ഞ പുതിയൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക ചെയ്തത്. എന്ത്? ചീപ്പർ ലേബർ ചീപ്പറായി. കാരണം വേജ് റേറ്റ് പിന്നെയും കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ കൂടുതൽ ചീപ്പർ ആകുവാണ്. അപ്പോൾ കൂടുതൽ ചീപ്പർ ലേബർ ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ അതനുസരിച്ച് കുറച്ചു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ്? ലേബർ വെച്ച് ക്യാപിറ്റലിനെ. അപ്പോൾ ക്യാപിറ്റൽ നേരത്തേക്കാളും കുറച്ച് ഉപയോഗിക്കുകയും അതിനും കൂടി ചീപ്പറായിട്ടുള്ള ലേബർ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്തു. ഒറിജിനൽ X1 ഔട്ട്പുട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവലിൽ തന്നെയായിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെ ഈ E1-ൽ നിന്നും എയിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ലേബർ ഫോർ ക്യാപിറ്റലിന് പകരമായിട്ട് ചീപ്പർ ലേബർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. Thus, the employment of labor increases from L1 to L dash. Okay. നമുക്കറിയാം നേരത്തെ L1-ഉം K1-ഉം ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ പോയിൻ്റ് ആണ് അല്ലേ. അപ്പം L ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ഇൻക്രീസസ് ഫ്രം L1 to L1 dash. However, the firm will not stay at A because when wage rate falls, അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലും നിൽക്കുകയല്ല, അവിടെ നിന്ന് വീണ്ടും ഷിഫ്റ്റ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ വേജ് ഫോൾ ചെയ്ത് കഴിയുമ്പം ഫേം വിത്ത് സെയിം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ക്യാൻ ബൈ മോർ ലേബർ, മോർ ഓഫ് ക്യാപിറ്റൽ ഓർ മോർ ബോത്ത്. അതായത് വേജ് റേറ്റ് കുറയുമ്പോൾ എന്താണ്, എക്സ്പെൻഡിച്ചർ സെയിം തന്നെയാണ്. അപ്പോൾ ഫേംസിന് ഒന്നെങ്കിൽ കൂടുതൽ ലേബർ മേടിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ അവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും, ക്യാപിറ്റലും ലേബറും രണ്ടും വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, K2 ക്യാപിറ്റലും L2 ലേബറും വെച്ച്. ഓക്കെ, സോ ദി ഇൻക്രീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫ്രം L1 to L2. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പറഞ്ഞ കേസ് ഇവിടെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വന്നു. ഇപ്പം പ്രോഫിറ്റ് മാക്സിമൈസിങ് കേസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് അവിടെ പോകുന്നത്. അപ്പോൾ L1 to L1 ഡാഷിലോട്ട് വന്ന കാര്യം നമ്മൾ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട്. എന്തുകൊണ്ട്? വേജ് റേറ്റ് ചീപ്പറായപ്പം. ഇനി ഈ വേജ് റേറ്റ് ചീപ്പറായി കഴിയുമ്പം കൂടുതൽ എന്താണ്, എക്സ്പെൻഡിച്ചർ സെയിം തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഫേമിന് വേണമെങ്കിൽ കൂടുതൽ ലേബറിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലും കൂടുതൽ ഉപയോഗിക്കാം, രണ്ടും കൂടുതൽ ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതിയൊരു ഐസോകോസ് ലൈനും പുതിയൊരു ഔട്ട്പുട്ട്, കാരണം ഹയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഹയർ ലേബറും ഹയർ ക്യാപിറ്റലും ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഹയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പം L1-ലായിരുന്നു ആദ്യത്തെ സിറ്റുവേഷൻ. L1-ൽ നിന്ന് ഇടയ്ക്ക് എയിലോട്ട് പോയി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് L1-ൽ നിന്നും L2-ലോട്ട് ഷിഫ്റ്റ് ചെയ്തു, K1-ൽ നിന്നും K2-ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഔട്ട്പുട്ട് X1-ൽ നിന്ന് ഹയർ ഔട്ട്പുട്ടായ X2-ലോട്ട് പോയി. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഔട്ട്പുട്ട് ഇഫക്റ്റ്. ആൻഡ് എയിൽ നിന്നിരുന്ന ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങോട്ട് പോയി? എയിൽ നിന്ന് E2-ലോട്ട് പോയി. സോ ദ ഷിഫ്റ്റ് ഫ്രം E1 to A is substitution effect. A to E2 is output effect. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആദ്യം K1 L1 ആയിരുന്നു. ഓക്കെ, വേജ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വേജിൻ്റെ വിലയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കൂടുതൽ ലേബറേഴ്സിനെ എംപ്ലോയ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്താണ്, പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കൂടുതൽ ലേബറേഴ്സിനെ എംപ്ലോയ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ E1-ൽ നിന്ന് എയിലോട്ടായി നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. L1 ഡാഷ് ഉപയോഗിച്ചു എന്താണ്, ക്യാപിറ്റൽ മീൻസ് ലേബർ. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഈ എയിൽ നിന്നപ്പോൾ എന്താണ്, കൂടുതൽ ഔട്ട്പുട്ട് എന്താണ്, ലാഭകരമാണ്. കാരണം എന്താണ്, വേജ് റേറ്റ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ സെയിം എക്സ്പെൻഡിച്ചർ തന്നെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ ക്യാപിറ്റലും ലേബറും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഫേംസിന്. അങ്ങനെ വരുമ്പം ഹയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഹയർ ഔട്ട്പുട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് പോയിന്റ് E2. ദിസ് ഇസ് കോൾഡ് ഔട്ട്പുട്ട് ഇഫക്റ്റ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഔട്ട്പുട്ട് ഇഫക്റ്റും കാണിക്കാനായിട്ട് പറ്റും. നൗ പോയിന്റ് E2 ഇസ് നോട്ട് ദി ഫൈനൽ ഇക്വിലിബ്രിയം. ഇനി പോയിന്റ് E2 എന്ന് പറയുന്ന പോയിന്റും അവിടെ ഫൈനൽ അല്ല. If the firm were to spend same amount of money as initially, however, keeping the total cost expenditure constant, നമ്മുടെ total cost expenditure constant ആണ്. That is, does not maximize the profit of the firm. So the firm will increase its expenditure and its output in order to maximize the profit. അപ്പം
ഫേം അതിൻ്റെ എക്സ്പെൻഡിച്ചറും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് വരെ എക്സ്പെൻഡിച്ചറും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ പോയിന്റ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് ആണ്, വെയർ എം സി ഈസ് ഈക്വൽ ടു പ്രൈസ്. ഇതാണ് നമ്മുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. അത് പി ബാർ, പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഇതാണ്, this is the marginal cost, this is the price line, price is constant given, so H is the equilibrium point. ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റും പ്രൈസും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഇനി വേജ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാർജിനൽ കോസ്റ്റ് കുറയും അല്ലേ? വേജ് റേറ്റ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതനുസരിച്ച് കുറയുവാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും? ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് MC1 നിന്നും ഈ MC1 ഡാഷിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ദി പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ഓഫ് ദി ഫേം ഇൻക്രീസസ് ടു X3. ദാറ്റ് ഇസ് X1 ആയിരുന്നു ആദ്യത്തെ ഔട്ട്പുട്ട്, അതെങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു? X3. കാരണം H എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും MC കർവ് ഷിഫ്റ്റ് ചെയ്തതനുസരിച്ച് പുതിയ ഇക്വിലിബ്രിയം G ആയി X3 ആയിരിക്കും പുതിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദിസ് റിക്വയർസ് ആൻ ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു ദ ഷെയ്ഡഡ് ഏരിയ. അപ്പോൾ ഈ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ് ഇവിടെ പുതിയതായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടാൻ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചറിൽ വന്ന വർധനവ് കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ്. സോ നമ്മളുടെ ഫസ്റ്റ് ഫിഗറിനകത്തെ AB' എന്ന് പറയുന്ന ഐസോകോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് ഔട്ട്വേർഡ്സ് പാരലൽ ടു ഇറ്റ് സെൽഫ് അറ്റ് എ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടു ഇൻക്രീസ് ഇൻ ഫേംസ് ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫിഗറിൽ ഈ AB' ഉണ്ടല്ലോ, അത് വീണ്ടും മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് എന്തോരം ചെയ്യും എന്നുള്ളത് ഇവിടെ വരുന്ന ഈ ഒരു എക്സ്പെൻഡിച്ചർ എത്രമാത്രം ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ദ ന്യൂ ഐസോകോസ്റ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഡിവൈഡിങ് ദ increase in total cost of, that is increase in total cost by the price of capital and adding the result to the distance OA. Okay, OA എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഇൻകർ ചെയ്യുന്ന പ്രൈസ്, അതിന് വന്നേക്കുന്ന അഡീഷണൽ കോസ്റ്റ്, ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1, അത് ആഡ് ചെയ്യുമ്പം ന്യൂ ഐസോകോസ്റ്റ് ലൈൻ നമുക്ക്, അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂ ഐസോകോസ്റ്റ് ലൈൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ്, ആറിൽ വന്ന ഇൻക്രീസും ആൻഡ് ആ ഇൻക്രീസിനെ നമ്മളുടെ OA ഡിസ്റ്റൻസിനോട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഐസോകോസ്റ്റ് ലൈൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുകയാണ്. നമ്മുടെ ആദ്യത്തെ ഫിഗർ വെച്ചിട്ട് പറയുവാണെങ്കിൽ X1 ആയിരുന്നു ആദ്യത്തെ കേസ്. അപ്പോൾ നമ്മുടെ ഇത് E1, ഇത് നമ്മുടെ പുതിയ ഇടയ്ക്ക് നമ്മുടെ A എന്ന് പറഞ്ഞ പോയിട്ട് വന്ന ഒരു ഐസോകോസ്റ്റ് ലൈൻ, ഇത് E1. പിന്നെ പുതിയ അടുത്ത് നമ്മൾ പറഞ്ഞതല്ലേ, ആദ്യം E1 നിന്ന് Aയിലോട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇനി ഇവിടെയും നിന്നില്ല, E2 ഔട്ട്പുട്ട് എഫക്റ്റ് വന്നു. ഇനി ഔട്ട്പുട്ട് എഫക്റ്റ് വന്നു കഴിഞ്ഞപ്പം ദ ന്യൂ പോയിന്റ് A'. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പറഞ്ഞത്. എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു, പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. ഇവിടെ Aയിൽ നിന്ന് A' പോകാൻ കാരണം എന്താണ്? ക്യാപിറ്റലിൻ്റെ പ്രൈസായ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ്? പുതിയ പോയിന്റ് Aയിൽ നിന്ന് A' വന്നു, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് ന്യൂ ഐസോകോസ്റ്റ് കർവ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ദിസ് X*. E3 is the equilibrium point. Okay, and cost line is parallel to AB'. AB' എന്ന് പറയുന്ന ലൈനിനോട് പാരലൽ ആണ് ഈ പുതിയ കോസ്റ്റ് ലൈൻ. So the final equilibrium will be denoted by E3, that is tangency point of new isocost line and isoquant, and this is the profit maximizing output E3. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഇഫക്റ്റ് ഉണ്ട്, ആൻഡ് ദിസ് ഇസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇഫക്റ്റ്. സോ വി ക്യാൻ സമ്മറൈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓഫ് എ ഡിക്രീസ് ഇൻ വേജ് റേറ്റ് കോസസ് ഡിക്രീസ് ഇൻ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ലേബറിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് കർവ് കുറയും, ബിക്കോസ് ദർ ഇസ് സ്മോളർ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ വിത്ത് വിച്ച് ലേബർ ഈസ് കമ്പൈൻഡ്. കാരണം ലേബറിൻ്റെ വേജ് റേറ്റ് കുറഞ്ഞതുകൊണ്ട് ക്യാപിറ്റൽ അതനുസരിച്ച് കുറയ്ക്കുകയും ലേബർ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും.
Again, output effect and profit maximizing effect results in increase in employment of both inputs. അപ്പോൾ ഔട്ട്പുട്ട് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഇഫക്റ്റിൽ നടക്കുന്ന എന്താണ്, നമ്മളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതൽ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇൻപുട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോഴാണ് കൂടുതൽ ഔട്ട്പുട്ടും കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റിലോട്ടും പോകാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മളുടെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് കർവ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ടു റൈറ്റ്, അപ്പം ഇൻക്രീസ് ചെയ്യുവാണ്, അപ്പം മേളിലോട്ട് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ജനറലി ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസിങ് എഫക്റ്റ് മോർ ദാൻ ഓഫ്സെറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും മേളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എഫക്റ്റ് കാണിക്കുന്നത് ഈ പറയുന്ന ഔട്ട്പുട്ടും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എഫക്റ്റുമാണ്. ആൻഡ് ഫൈനൽ റിസൾട്ട് ഓഫ് എ ഫോൾ ഇൻ വേജ് റേറ്റ് ഇസ് ഷിഫ്റ്റ് ഇൻ MPPL കർവ് ഓഫ് ലേബർ ടു ദ റൈറ്റ്. അത് നമ്മൾ കണ്ടായിരുന്നു. മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്, വേജ് റേറ്റ് ഫോളോ ചെയ്തതുകൊണ്ട്. സോ ഗിവൺ ദ പ്രൈസ് PX എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഗിവൺ ആണെങ്കിൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഷിഫ്റ്റ് ടു ദ റൈറ്റ് when there are several variables of factors of production. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പ്രൈസ് നമുക്ക് ഗിവൺ ആണെങ്കിൽ അവിടെ പ്രൈസ് ഇൻറ്റു ഈ MPPL ആണ് നമ്മുടെ വാല്യൂ ഓഫ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കർവ്, ആൻഡ് ദാറ്റ് വിൽ ഷിഫ്റ്റ് ടു ദി റൈറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഷിഫ്റ്റ് ഈസ് ഷോൺ ഹിയർ. ദിസ് ഇസ് ഫസ്റ്റ് കേസ് VMPL1. ന്യൂ ഇക്വിലിബ്രിയം ഡിമാൻഡ് ഫോർ ലേബർ ഇസ് ഡിനോട്ടഡ് ബൈ പോയിന്റ് B. ഇതായിരുന്നു ആദ്യത്തെ കേസ് W1 വേജ് റേറ്റ്. വീണ്ടും വേജ് റേറ്റ് ആദ്യം നമ്മൾ പറഞ്ഞതാണ്, വേജ് റേറ്റ് കുറഞ്ഞു, W2 വന്നപ്പോൾ പുതിയ പോയിന്റ് B. അപ്പോൾ പുതിയ മാർജിൻ, അതായത് പ്രൈസ് ഇൻറ്റു മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ് VMP എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ഇനി ഈ പറയുന്ന പ്രോസസ്സാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എഗെയിൻ വേജ് കുറഞ്ഞു, അപ്പം പുതിയ പോയിന്റ് പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ വീണ്ടും താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന കർവാണ് ഡിമാൻഡ് ഫോർ ലേബർ. സോ ദിസ് ഇസ് ദ ലോങ് റൺ ഡിമാൻഡ് ഫോർ ലേബർ ബൈ ദി ഫേം ആൻഡ് the case where there are several factors of production or several inputs are used. So the demand for a single variable factor is its VMP curve, value of marginal physical product curve. At the same time, demand for several resources is the locus of points of different VMP curves. ഈ പറയുന്ന VMP കർവുകൾ, പല VMP കർവുകൾ വരും, അതിൻ്റെ എല്ലാം കൂടെ പോയിന്റ്, ലോക്കസ് ഓഫ് പോയിന്റ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, സെവറൽ റിസോഴ്സ് ഉള്ളപ്പോഴത്തെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ലോങ് റൺ ഡിമാൻഡ് കർവ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഓക്കെ, ദിസ് ഇസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് because the three effects input, that is price, output effect, substitution effect and profit maximizing effect of an input price change must cause quantity demanded to vary inversely with price. അപ്പോൾ ഈ മൂന്ന് എഫക്റ്റും എന്തുകൊണ്ടാണ് എഫക്റ്റ് എല്ലാം വരുന്നത്, ഇൻപുട്ടിൻ്റെ പ്രൈസിൽ വന്ന വ്യത്യാസം, ഇവിടെ വേജിൽ വന്ന വ്യത്യാസമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത്. അപ്പോൾ ഈ പറയുന്ന ഇൻപുട്ടിൻ്റെ പ്രൈസിൽ വന്ന വ്യത്യാസം ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ അല്ലെങ്കിൽ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഫോർ എ വേരിയബിൾ ഫാക്ടർ ബൈ ആൻ ഇൻഡിവിജ്വൽ ഫേം നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, ഡിമാൻഡ് ഫോർ എ വേരിയബിൾ ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ പ്രൈസ് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. ദെൻ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ദി ഫാക്ടർ, നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഡിറൈവ് ചെയ്യാം, അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫാക്ടർ, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, നമ്മുടെ ഇൻപുട്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, that is VMPL is the product of MPPL into price, that is MPPL into price ആണ് VMPL എന്ന് പറയുന്നത്. Then the amount of other factors which are combined with labor, ലേബറിൻ്റെ കൂടെ നമ്മൾ സെവറൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വേറെ പല ഇൻപുട്ടുകളും ഉണ്ട്, അതൊക്കെ ഏതാണ്, അതൊക്കെ എന്തോരം ഉപയോഗിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റ് ഫാക്ടേഴ്സിൻ്റെ പ്രൈസസ് ഈസ് ഓൾസോ എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദെൻ ടെക്നോളജിക്കൽ പ്രോസസ്, ബിക്കോസ് ടെക്നോളജിക്കൽ പ്രോസസ് പ്രോഗ്രസ്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് factors which
influences the demand curve for a variable factor input case in the input case for a firm. Thank you.